ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെറിയൊരു സ്റ്റോറി ആയാലോ. ഒരു 1.5 വർഷം മുന്നേ ഞാനും ഹസ്ബൻഡും മോളും കൂടി ഒരു ഗോവ വരെ പോയ ഒരു കഥ പറയാനുണ്ട്. അന്ന് എനിക്ക് കുറേ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എല്ലാതും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് സംഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാനും കെട്ടിയനും കൂടി തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, നമുക്ക് രണ്ടാൾക്കും കൂടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോവയിൽ പോകാമെന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ സമയം സന്ദർഭം ഒക്കെ ഒത്തു വന്നത് മോളുണ്ടായതിൻ്റെ ശേഷമാണ്. അത് മോൾക്ക് 11 മാസമാകുമ്പോഴാണ് നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാനൊന്നും നിന്നില്ല. കാരണം അത്രയും കാലം നമ്മൾ പൂതി വെച്ച സംഭവമാണല്ലോ. പോവാൻ തന്നെ വിചാരിച്ച്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു മോളായിട്ട് പോകുമ്പോൾ. ഒന്നാമത് ചെറിയ കുട്ടിയാണ്, പിന്നെ പാല് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്, ഫുഡ് കഴിക്കാത്തൊരു കുട്ടിയായിരുന്നു. പിന്നെ ഉറങ്ങാൻ തൊട്ടി വേണം, തൊട്ടിയില്ലാതെ ഉറങ്ങാത്തൊരു കുട്ടിയാണ്, വണ്ടിയിൽ കയറിയാൽ കരച്ചിൽ നിർത്താത്ത കുട്ടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാം കൊണ്ടും അവളായിട്ട് പോവുക എന്നുള്ളത് ആലോചിച്ചപ്പോൾ ഞാൻ ഭയങ്കര വറീഡായിരുന്നു, ഭയങ്കര ടച്ച്ഡായിരുന്നു. പക്ഷേ ആളങ്ങനെ അങ്ങോട്ട് എന്നെ വെറുപ്പിച്ചിട്ടേ ഇല്ല. എന്താണെന്നറിയൂല, പഠിച്ചോകാത്തതായിരിക്കാം. പക്ഷേ നമ്മളെ നാട് വിട്ടാൽ ഫുഡിൻ്റെ കാര്യം ഒരു കഥയാണെന്ന് എനിക്ക് ഈ ഒരു ട്രിപ്പിലാണ് കേട്ടോ മനസ്സിലായത്. കാരണം കണ്ണൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ലൊരു ഫുഡ് സ്പോട്ട് തപ്പിയിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ ഗോവയ്ക്ക് തന്നെ നേരെ വിട്ട് കൊല്ലങ്കോട് ബീച്ചിലേക്കാണ് ആദ്യം പോയത്. അവിടുന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ പിറ്റത്തെ ദിവസം നമ്മൾ പാലോലം ബീച്ചിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു 5 ഡേയ്സിൻ്റെ ഒരു ട്രിപ്പായിരുന്നു. ഒന്ന് കാമാവാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ, അതായത് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് എത്രയും ചുരുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ചുരുക്കണം. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാന് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് അത്യാവശ്യം പൈസ നല്ലോണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഫുഡിനാണ് ഗോവയിലൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ പൈസ നമ്മളെ അടുത്തുനിന്ന് ചിലവാവേണ്ടത്. കാരണം ഞാനും ഹസ്ബൻഡാണെങ്കിലും അധികം കഴിക്കാത്ത ആൾക്കാരാണ്. പക്ഷേ അവിടെ വാങ്ങുന്ന ഓരോ ഫുഡിനും ചായക്ക് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത റേറ്റാണ്. പക്ഷേ നമ്മൾ ശരിക്കും ഒരു ഇതൊക്കെ കെറ്റില് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അതൊക്കെ കൊണ്ടുപോകായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് കുറക്കാൻ പറ്റുമായിരുന്നു. അപ്പം പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അങ്ങനെയൊക്കെ പൈസ കുറക്കാനാണ് നോക്കേണ്ടത്. പക്ഷെ നമുക്കതൊന്നും അന്ന് വലിയ സംഭവമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പൈസ കുറേ അവിടെയൊക്കെ പൊട്ടിയും ചെയ്തിരുന്നു. പക്ഷെ മാക്സിമം നമ്മളത് ആ ഒരു ലൈഫ് എൻജോയ് ചെയ്തിട്ടോ. മോളെ കൂട്ടിയിട്ട് ഞങ്ങൾ 3 കൂടി മാത്രമുള്ള കുറച്ച് നല്ല കുറച്ച് മെമ്മറബിൾ മൊമെൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. പിന്നെ എനിക്ക് അവിടെ പോയിട്ട് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടലിൻ്റെ ഉള്ളിൽ കൂടെ പോയ യാത്രയായിരുന്നു. കടലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്ത് വേറെ അവിടുന്ന് പാലോലം ബീച്ചിൽ നിന്ന് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് നമ്മൾ പോയിരുന്നു കേട്ടോ. കടലിൻ്റെ ഉള്ളിൽ കൂടെ പോയത് അതെനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റ് ചെയ്യുന്നത്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. മോളും അങ്ങനെ എന്നെ വെറുപ്പിക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു. നല്ല രസത്തിൽ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ എപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്, സന്തോഷമാണ്. ഇങ്ങനൊരു ട്രിപ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നത് ഹസ്ബൻഡിനെ അങ്ങനത്തെ ഒരാളെ കിട്ടിയതിനെ കൊണ്ടാവാം ഒരു പക്ഷേ. അപ്പം ഇങ്ങനെ ആയാലും അങ്ങനെ ഒരു ഗോവ ട്രിപ്പ്, ഒരു 5 ദിവസത്തെ ഗോവ ട്രിപ്പ് നമ്മൾ പോയി. അതേപോലെ തന്നെ 5 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചും 14-15 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തുന്നത്. ആ സെയിം 603 കിലോമീറ്ററും താണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്കും വന്നത്. അതും അടിപൊളി, അങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ. അതിൻ്റെ ഇടയ്ക്ക് കർണാടക പോലീസ് ഒന്ന് പൊക്കി. കാരണം ഹസ്ബൻഡിൻ്റെ കാറിന് കൂളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കർണാടക പോലീസ് ഒന്ന് പൊക്കി ഫൈനൊക്കെ അടച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ വേറെ ഒരു പ്രശ്നവും നമ്മൾ ആ ഒരു ട്രിപ്പിലുണ്ടായിട്ടില്ല. നല്ല അടിച്ച് പൊളിച്ചിട്ടുണ്ടാണ് നമ്മൾ അത്രയും ദിവസം, ഒരു 4 to 5 ഡേയ്സ് മോളെയും കൊണ്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തത് കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് മെമ്മറബിൾ മൊമെൻറ്റ്സ് ആയിരുന്നു അത്. അപ്പോൾ അതിന് ഞാൻ താങ്ക്സ് പറയേണ്ടത് കെട്ടിയവനോട് തന്നെയാണ്. കാരണം ഇങ്ങനൊരു
എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ആളാണ്. കല്യാണത്തിൻ്റെ മുന്നേ വരെ ഒരിക്കലും ഒരു ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോവാത്ത ഒരാളാണ് ഞാൻ. കാരണം ഉപ്പാക്ക് അങ്ങനത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനത്തൊന്നും സംഭവം പോവാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ കല്യാണത്തിൻ്റെ ശേഷമാണെങ്കിൽ ബിലുവിൻ്റെ കൂടെ ഒരുപാട് സ്ഥലത്തേക്ക് ഞങ്ങൾ ഒപ്പം പോകാൻ പറ്റിയിട്ടുണ്ട്. അതന്നെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.